വേറെ ചോദ്യമൊന്നും സ്റ്റോക്കില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് കാലി. പുതുതായി വല്ലതും ആലോചിച്ചുണ്ടാക്കി വെറുതെ വാല് മുറിഞ്ഞ് ചളവാണ്ടെന്ന് വിചാരിച്ചു. സിമ്പതി കിട്ടാൻ കുറച്ച് ഹ്യൂമർ വിളമ്പാന്ന് കരുതി. എന്നിട്ട് ഞാൻ കേക്ക നനച്ചതെല്ലാം അപ്പാവെ കേട്ടാച്ച്, അതുക്ക് മേലെ കേൾക്കരുതൊക്കെ എനക്കൊന്നുമേ ഇല്ലേ. ഷൈൻ ചെയ്തു എന്ന് വിചാരിച്ച് അങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോഴാണ് പുലിയുടെ ഒറ്റ കാച്ച്. അതോടുകൂടി ഞാൻ തവിട് പൊടി ഫിനിഷ്ഡ്. இது பாரு பாலு, இதே கேள்விகளே 30 வருஷத்துக்கு முன்னாலே நான் பொன் பார்க்க போன போது அலமேலுவை அதாண்ட உங்க அம்மாவை கேட்கணும்னு தயார் பண்ணி வச்சிருந்தேன். ஆனா பாரு, உங்க தாத்தா ஹரிஹர பாலசுப்ரமணியம் எல்லா கேள்வியிலும் அவரே கேட்டுட்டார். எனக்கு இன்னைக்கு தான் சான்ஸ் கிடைச்சிருக்கு. நீ கவலைப்படாத, உனக்கும் ஒரு நாள் நிச்சயமா சான்ஸ் கிடைக்கும். கேள்விகள் எல்லாம் நல்லா நோட் பண்ணி வச்சிருந்து அப்ப கேளு. നോട്ട് പണി വെച്ചിട്ട് എന്ത് കാര്യം? നിനക്ക് പെണ്ണ് കാണാൻ പോകുമ്പോ വേണ്ടേ ചോദിക്കാൻ? ആരോട്? ഗീതുവിനോടോ? അവളെന്നെ കുഞ്ഞനം കുത്തി കാണിക്കും. മൈ ചാൻസ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. അപ്പുറം എന്നാച്ച് അത് சொல்லுப்பா. അപ്പുറമാ சொல்றேன்டா. അങ്ങനെ രശ്മിയുടെ കല്യാണവും കഴിഞ്ഞു. കല്യാണം ഒരു സുഖമില്ല, ജസ്റ്റ് ആവറേജ്, അത്രേ ഉള്ളൂ. ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോഴേ തോന്നി ഈ ലെവലിന് മുകളിൽ പോയില്ലാന്ന്. മണിയെണ്ണ വിളിച്ച് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അല്ല, നിന്റെ കല്യാണത്തിന് ഇങ്ങനൊന്നും ആയാ പോരെന്ന്. ഇൻവിറ്റേഷൻ കാർഡിൽ തന്നെ വേണോ അപ്പാ ഒരു ഡിസ്റ്റിങ് ടോൺ? ഓഹോ, ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് മനസ്സിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉഗ്രൻ. ഗിന്നസ് ബുക്കുകാരെങ്ങാനും കണ്ടാൽ അപ്പടുത്ത് റെക്കോർഡ് ചേർക്കും. അതെന്നടാ അത്ര ഉഗ്രൻ? ഹായ്, രാജു വിശ്വം, ഗ്രാൻഡ് സൺ ഓഫ് ലേറ്റ് ബാരിസ്റ്റർ വിശ്വേശ്വര അയ്യർ, കോർഡിയലി ഇൻവൈറ്റ്സ്. അത് ശരി. അപ്പൊ എന്നോട് പേരില്ലേ? എന്നെ തഴഞ്ഞു. മുഴുവനും കേൾക്കപ്പാ. പറ പറ. Cordially invites the pleasure of your company with family and friends on the happy occasion of the long cherished marriage of my beloved father Dr. Balasubramaniam with Saubhagyavati Dr. Sri Lakshmi. அப்பா கல்யாணத்துக்கு புள்ளையோட இன்விடேஷன். அது நோவல்ட்டி கிடையாதா? നല്ല കിഴക്ക് വെച്ചെന്നുണ്ടല്ലോ. പയ്യൻ വന്ന അപ്പാവുടെ കല്യാണத்துக்கு ലെറ്റർ ഡ്രാഫ്റ്റ് പண்ற கடவுளே. அப்பா ஒரு டவுட். அதென்ன திடீர்னு ஒரு டவுட்? அம்மாவை பொண்ணு பார்த்ததுக்கு அப்புறம் கல்யாணத்துக்கு முன்னாடி நீங்க அம்மாவுக்கு லவ் லெட்டர் ஒன்றும் போடலையா? சொல்லுப்பா ப்ளீஸ். போட்டேன்டா. ஆனா ലവ് ലെറ്റർ கிடையாது. പുലിയുടെ കണ്ണിലെങ്ങാനും പെട്ടാലോ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് അതിൽ റൊമാൻറ്റിക് ഒരു വരി അങ്ങ് എഴുതി. എന്താ 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 എഴുതിയത്? ഉനക്കതൊന്നും തെരിയ വേണ്ട. ശരി പോട്ടെ. എന്നിട്ട് ഭദ്രമാ ഒരു കവറിലെ പോട്ട് പോസ്റ്റിൽ അയച്ചു. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 11ാമത്തെ ദിവസം എന്റെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മ അത് പൊട്ടിച്ചു വായിച്ചു. അതെന്താ കിട്ടാൻ വയ്യോ? കിട്ടലൊക്കെ സമയത്തിന് കിട്ടി. പിന്നെ എടാ, പ്രതിശ്രുത വരനാണെങ്കിലും കല്യാണത്തിക്ക് മുമ്പ് ഞാൻ പരപുരുഷനാണ്. അങ്ങനെയുള്ള ഒരാളുടെ ലെറ്റർ കൂടെ ടച്ച് പണ്ണക്കൂടാതെ. അത് താൻ ശുചീന്ദ്രൻ വൈറ്റിസ്വാമി മഠത്തോടെ സെറ്റപ്പ്. കല്യാണത്തിന് മുൻപോ ചാൻസ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടെപ്പോഴെങ്കിലും അമ്മ അപ്പാവുക്ക് ലെറ്റർ പോട്ടതുണ്ടാ? അമ്മാവാ? ആമാ പ്ലീസ് சொல்லுப்பா. ഒരു വാട്ടി. എപ്പോ? എടാ, അത് ഇങ്ങ വെച്ചല്ലടാ. പിന്നെ അപ്പ ഇരുന്നതുക്കപ്പുറം അമ്മാവെ ഈ വലിയ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അന്ന് അവൾ ഗർഭിണിയായിരുന്നു. ഞാൻ അന്ന് വെല്ലൂരിൽ MCHന് പഠിക്കുന്ന കാലം. ഒരു സിംഗിൾ റൂം അപ്പാർട്ട്മെന്റിനുള്ള എലിജിബിലിറ്റി എനിക്കുള്ളൂ. അത് മതിയെന്ന് വെച്ച് ഞങ്ങൾ രണ്ടാളും അവിടെ താമസമായി. എന്നുമുള്ള അവളുടെ കോലമിടിയും മറുനാട്ടുകാരായ സഹപാഠികൾക്ക് ഒരു കൗതുകമായിരുന്നു. നിന്ന് തിരിയാൻ ഇടമില്ലാത്ത അവസ്ഥയിലും
ഒരു പൂജാമുറി. വയ്യായികകൾക്കിടയിലും ജോലികൾ എല്ലാം അവൾ തന്നെ ചെയ്തിരുന്നു, സന്തോഷത്തോടെ. മുടങ്ങാതെ എന്നും എനിക്കുള്ള ലഞ്ച് കോളേജിലേക്ക് അവൾ കൊടുത്തയക്കും. ആ കാരിയറിലാണ് അമ്മാവുടെ ആദ്യത്തെ പ്രേമലേഖനം വന്ന് അവതരിക്കുന്നത്. കാരിയറിലോ? ആമാ, ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ അമ്മാവക്ക് ഒരാശ, ഒരു മസാല ദോശ സാപ്പിടണമെന്ന്. വയറ്റിൽ കിടക്കുന്ന നിന്നെ പോലൊരു തിരുമാലിയല്ലേ, തോന്നാതിരിക്കോ? പപ്പടത്തിനിടയിലായിട്ട് കാരിയറിൽ ഒരു കുറിപ്പ്. വൈകിട്ട് വരുമ്പോ ബ്രാഹ്മണാൽ ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി വരണം. അയ്യോ പാവം. പാവം നീ കേക്ക്. രുക്മിണിയുടെ കാരിയർ വന്നാല് കൂട്ടുകാര്, പ്രത്യേകിച്ച് ഈ പെൺവർഗം, അതാദ്യം തുറന്നു നോക്കും. അവളുടെ വെജിറ്റേറിയൻ ഡിഷസ് അത്ര പോപ്പുലർ ആയിരുന്നു അവരുടെ ഇടയിൽ. ആമാണ്ട, രുക്മിണിയുടെ പ്രേമകടിതം ചെന്ന് പെടുന്നത് ഡോക്ടർ റോസി മാത്യുവിന്റെ കയ്യില്. കാഞ്ഞിരപ്പള്ളിക്കാരി നസ്രാണിച്ചിക്ക് കുരുമുളകിന്റെ എരിവാ നാക്കിന്. ഒന്നിന് പകരം 13 മസാല ദോശ വാങ്ങിച്ചിട്ടേ തലയൂരാൻ പറ്റിയുള്ളൂ. 12 അവറ്റകൾക്ക്, 1 പാവൻ രുക്കുവിന്. പ്രസവം അടുത്തപ്പോ അവളുടെ വീട്ടുകാർ വന്ന് നിർബന്ധിച്ചു. സീമന്തം, വളകാപ്പ് എല്ലാം സമ്മതിച്ചു. പക്ഷെ പ്രസവം മാത്രം ഞാൻ പഠിക്കുന്ന കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് വേണം. ഈ മാമൂലും ആചാരവും ഒക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ ശടിച്ചു. ചേടാ, ഇവന്റെ ടെൻഷനും വെപ്രാളും കാണുമ്പോഴാ. ഇതാ ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവവേദന അനുഭവിക്കുന്നതും പ്രസവിക്കാൻ പോകുന്നതും. അകത്ത് ലേബർ റൂമിൽ കിടന്ന് ഞെരിപരി കൊള്ളുന്നത് എന്നോട് വൈഫാക്കും രുക്മിണി. മഞ്ഞ് കിടയാത്. എനിക്ക് അല്പം ടെൻഷനൊക്കെ ഉണ്ടാവും. മണിയൊന്നാവുകൊന്നും ഇരിക്കാതെ. ചേടാ, ഇവനെ അഡ്വൈസ് പണ്ണ വന്നത് പെരിയ തപ്പാ പോച്ചേ. കൺഗ്രാറ്റ്സ് ബാലു, ഇറ്റ്സ് എ ബോയ്. ഓ, ആൺകുഴത്തെ ആക്കുമാ. ஆமாங்க. രുക്മിണി, 2 பேரும் சௌக்கியம், நார்மல் தான். கடவுளே. அம்மா. குழந்தை கிருஷ்ணனே வந்து பிறந்திருக்காண்டா. ആണ്ടവാ, പൂര നക്ഷത്രം, ശുഭജനനം, ദീർഘായുസാക്കുമേ. உங்க ஆசை மாதிரியே ஆண் குழந்தை. சந்தோஷம் தானே? സന്തോഷം. മതിമറന്നുള്ള ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. സ്വർഗം പോലുള്ള ആ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് വരെ അസൂയ തോന്നി. വെറും ഒരു പനിയായിട്ടാണ് തുടങ്ങിയത്, കാര്യമാക്കിയില്ല. മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അത് ന്യൂമോണിയയായി. രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി. പക്ഷേ சாகரத்தை பத்தி எனக்கு கவலை இல்லை. நீங்க வருத்தப்படக்கூடாது. எத்தனையோ ஜென்மத்துல கிடைக்காத அன்பும் அமைதியும் உங்ககிட்ட இருந்து கிடைச்சது. அதுவே தாராளம். நம்ம ராஜு அவனை விட்டு போறதுக்கு தான் நான் இல்லாத குறை அவன் மனசுல வரவே கூடாது. அவன் படிச்சு பெரியவனாய் வர்றத நான் பார்த்துட்டே இருப்பேன்.
ருக்கு